സംസ്ഥാന നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി വന്ദേമാതരം ആലപിച്ചുകൊണ്ട് നിയമസഭാ നടപടികൾക്ക് തുടക്കമായി. ഗവർണർ രാജേന്ദ്ര അർലേക്കറിന്റെ നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങിയത് വന്ദേമാതരം ആലപിച്ചുകൊണ്ടായിരുന്നു. വന്ദേമാതരത്തിന്റെ ആദ്യ ഭാഗമാണ് പോലീസ് ബാൻഡ് വായിച്ചത്. വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം മലയാളത്തിലാണ് ഗവർണർ വായിച്ചു തുടങ്ങിയത്. സ്ത്രീകളെ ഒപ്പം നിർത്തുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ളതായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം. നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാർ ഉൾപ്പെടുത്തിയത് എന്തെല്ലാമാണ്? വിശദമായി അറിയാം. സൗജന്യ KSRTC യാത്രയ്ക്ക് പുറമെ സ്ത്രീകളെ ചേർത്തു നിർത്തുന്ന സർക്കാർ നയങ്ങളാണ് നയപ്രഖ്യാപന പ്രസംഗത്തിലുടനീളം പ്രതിഫലിച്ചത്. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസം വരെ ആർത്തവ അവധിക്കൊപ്പം അവർ പഠനത്തിൽ പിന്നിലാകാതിരിക്കാൻ വാരാന്ത്യത്തിൽ ക്യാച്ചപ്പ് ക്ലാസുകളും സർക്കാർ പ്രഖ്യാപിച്ചു. മെൻസ്ട്രൽ സിഗ്നിറ്റി പദ്ധതിയിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുസ്ഥലങ്ങളും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സൗഹൃദപരമായ രീതിയിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ട്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യവേതനം നടപ്പിലാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ പ്രധാന പട്ടണങ്ങളിലും പൊതുവിശ്രമ മുറികൾ ഒരുക്കും. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധിയും പ്രത്യേക ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് സാനിറ്ററി നാപ്കിനുകൾ, പാദരക്ഷകൾ, മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. ഓരോ പഞ്ചായത്തിലും വനിതാ കർഷകരെ കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനം നൽകാൻ വനിതാ കർഷക കൺസോർഷ്യം ആരംഭിക്കും. ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ ഉദ്ധരിച്ചാണ് പ്രസംഗം തുടങ്ങിയതും അവസാനിപ്പിച്ചതും. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലത്. പൊതുനന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് നെഹ്റുവിന്റെ വാക്കുകളിൽ തുടങ്ങി ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകുമ്പോഴാണ് ഒരു സർക്കാർ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന വാക്കുകളോടെയാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. സംസ്ഥാനം ഗുരുതര സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുകയാണെന്നും നിലവിലെ ബാധ്യതകളും സാമ്പത്തിക ഞെരുക്കങ്ങളും പൊതുധനകാര്യത്തിൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിച്ചെന്നും മുൻ സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ച് പ്രസംഗത്തിൽ വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് പൂർണ്ണ വ്യക്തത വരുത്താൻ ധവളപത്രം പുറത്തിറക്കും. കേന്ദ്ര സർക്കാരിൽ നിന്ന് അവകാശപ്പെട്ട സാമ്പത്തിക വിഹിതവും പരിഗണന ലഭിക്കുമെന്ന പ്രതീക്ഷയും സർക്കാർ പങ്കുവയ്ക്കുന്നു. പ്രചാരണ സമയത്ത് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞെങ്കിലും KSRTC സൗജന്യ യാത്രയുടെ വിശദാംശങ്ങൾ അറിയിച്ചിട്ടില്ല. സംസ്ഥാനത്തുടനീളമുള്ള KSRTC ബസ്സുകളിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സ്ഥിരമായ അവകാശമാക്കുമെന്നാണ് പ്രസംഗത്തിൽ പറയുന്നത്. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ വിദ്യാഭ്യാസ സഹായം നൽകും. ക്ഷേമ പെൻഷൻ പ്രതിമാസം 3000 രൂപയായി ഉയർത്തും. കേരളത്തിലെ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ. സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകും. തുടങ്ങിയ പ്രഖ്യാപനങ്ങളാണ് സർക്കാർ ആവർത്തിക്കുന്നത്. സംസ്ഥാനത്തെ സംയോജിത തുറമുഖ കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. സഹകരണ വകുപ്പിൽ ശക്തമായ ഇടപെടലുണ്ടാകുമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിജിലൻസ് സംവിധാനം ഊർജിതമാക്കി പ്രവർത്തനങ്ങൾ അഴിമതിരഹിതമാക്കും. തട്ടിപ്പ് നടന്ന സഹകരണ സംഘങ്ങളിലെ നിക്ഷേപം തിരികെ നൽകാൻ നടപടി സ്വീകരിക്കുകയും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നു. ക്ഷേത്രങ്ങളെ ഏകീകൃത തീർത്ഥാടന സർക്യൂട്ടായി ബന്ധിപ്പിക്കുന്ന മലബാർ ടെമ്പിൾ പിൽഗ്രിം പദ്ധതി സർക്കാർ നടപ്പിലാക്കും. എല്ലാ ജില്ലകളിലും +2 സീറ്റുകളുടെ എണ്ണം ആവശ്യകതയുടെ അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചു. തിരഞ്ഞെടുത്ത സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ ആധുനികവൽക്കരിക്കുമെന്നും സഞ്ചരിക്കുന്ന മാവേലി റേഷൻ കടകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചു. ലഹരി വ്യാപനം തടയാൻ പ്രത്യേക സ്റ്റേറ്റ് നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് ബ്യൂറോ സ്ഥാപിക്കും. IT വകുപ്പിനെ കേരള ടെക് എന്ന പുതിയ ബ്രാൻഡോടുകൂടി IT ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്പ് വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്യും. കേരള IT മിഷനെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മിഷൻ എന്ന് മാറ്റും. സംസ്ഥാനത്തെ എല്ലാ റോഡുകളും BMBC റോഡുകളാക്കി ഉയർത്തുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ നയപ്രഖ്യാപന പ്രസംഗത്തെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. സംസ്ഥാനത്തിന് അർഹതപ്പെട്ടത് ചോദിച്ചു വാങ്ങുന്നതിൽ നയപ്രഖ്യാപനത്തിൽ സംസ്ഥാന സർക്കാർ മൗനം പാലിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കേരള വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് കഴിഞ്ഞ LDF സർക്കാർ ആവിഷ്കരിച്ചതാണ്. അത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിനെപ്പറ്റി ഒരു സൂചന പോലുമില്ല. ഒട്ടേറെ പ്രധാന പദ്ധതികളെപ്പറ്റി പരാമർശം പോലുമില്ലെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. 5429 കോടി രൂപ ഖജനാവിൽ നീക്കിയിരിപ്പ് വെച്ചുകൊണ്ടാണ് LDF സർക്കാർ ഇറങ്ങിയത്. ആ ഭാഗം മറച്ചുവെച്ചത് ശരിയല്ലാത്ത നറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം പറഞ്ഞു. UDF പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ നിന്ന് ഒളിച്ചോടി. നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിന് സഹായകമായ ആശ്വാസ നടപടികൾ തകർക്കുന്നതിന് ഈ സമീപനം ഇടയാക്കുമെന്ന ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന നിലയാണ് സർക്കാരിന്റെ പൊതു സമീപനമെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി.